ഇടുക്കിയിലെ ഒരു കൗതുക കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. ചെഞ്ചേവിയൻ ആമ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. അതിനെ ഇടുക്കിയിൽ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ സന്ദീപ് രാജാക്കാട്. നെടുങ്കണ്ടം പ്രകാശ് ഗ്രാമം സ്വദേശി അബ്ദുൾ റഹ്മാന്റെ വീട്ടിലാണ് അപൂർവ അതിഥി വിരുന്നെത്തിയത്. വനംവകുപ്പിനെ വിവരമറിയിച്ചതനുസരിച്ച് ഉദ്യോഗസ്ഥരെത്തി ആമയെ ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപൂർവമായി മാത്രം കാണുന്ന ചെഞ്ചേവിയൻ ആമയെ ഏതാനും ദിവസം മുമ്പാണ് നെടുങ്കണ്ടം പ്രകാശ് ഗ്രാമം സ്വദേശി അബ്ദുൾ റഹ്മാന്റെ വീട്ടുമുറ്റത്ത് കണ്ടെത്തിയത്. റെഡ് ഇയർഡ് സ്ലൈഡർ ടർട്ടിൽ എന്ന അക്രമകാരിയായ ഈ ആമയെ അമേരിക്ക, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായി നശിപ്പിക്കുകയും പല രാജ്യങ്ങളിലും വിൽപ്പനയും ഇറക്കുമതിയും നിരോധിക്കുകയും ചെയ്തതാണ്. പേര് പോലെ തന്നെ ചെവി ഭാഗത്തെ ചുവന്ന നിറമാണ് പ്രത്യേകത. മെക്സിക്കോയാണ് ചെഞ്ചേവിയൻ ആമകളുടെ ജന്മദേശം. കാണാൻ ഭംഗിയുണ്ടെങ്കിലും അപകടകാരിയാണെന്ന് വിദഗ്ധർ പറയുന്നു. മനുഷ്യരെ ബാധിക്കുന്ന ബാക്ടീരിയകളുടെ വാഹകരാണ് ചെഞ്ചേവിയൻ ആമകൾ. മാത്രവുമല്ല, ജലാശയങ്ങളിലെ ചെറുജീവികളെ നശിപ്പിക്കും. ആഫ്രിക്കൻ ഒച്ചുപോലെ പെരുകാൻ സാധ്യതയുള്ളതിനാൽ ഭാവിയിൽ പരിസ്ഥിതിക്ക് ഇവ ഭീഷണിയാകുമെന്ന് പല ഗവേഷകരും പറയുന്നുണ്ട്. അബ്ദുൾ റഹ്മാന്റെ വീട്ടുമുറ്റത്തേക്ക് എവിടെ നിന്ന് എത്തിയെന്ന് അറിവില്ല. കൗതുകത്തിനായി ആമയെ പിടിച്ചു ബക്കറ്റിലിട്ട് വളർത്തുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് യൂട്യൂബിൽ പരതിയത്. തുടർന്നാണ് ആമ അപകടകാരിയാണെന്നും ഇത്തരം ആമകളെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ വനം വകുപ്പിനെ അറിയിക്കണമെന്നും മനസ്സിലാക്കുന്നത്. ഈ ആമയെ കണ്ടപ്പോൾ മറ്റ് ആമകളിൽ നിന്നും വ്യത്യസ്തമായി ചില പ്രത്യേകത ഉള്ളതായിട്ട് തോന്നി. അങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാൻ ഞാൻ യൂട്യൂബ് പരിശോധിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇത് റെഡ് ഇയേഴ്സ് സ്ലൈഡർ ടൈറ്റിൽ എന്ന ചെഞ്ചേവിയൻ ആമ എന്നറിയപ്പെടുന്ന ഒരു ഇനമാണെന്ന് മനസ്സിലായി. എങ്ങനെയാണ് ഇത് എവിടെ എത്തിയതെന്ന് അറിയത്തില്ല. ഇന്നലെ വൈകുന്നേരം മുറ്റത്തേക്ക് നോക്കുമ്പോൾ അത് ഓടയിൽ നിന്ന് കയറി വരുന്നതാണ് കണ്ടത്. മനുഷ്യനുമായി നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാരെങ്കിലും വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഉപേക്ഷിച്ചതാകാനും സാധ്യതയുണ്ട്. സസ്യങ്ങളെയും ജലത്തിലെ ജീവികളെയും നശിപ്പിക്കുമെന്നതിനാലാണ് പല രാജ്യങ്ങളിൽ നിന്നും ഇവയെ തുരത്തുവാൻ കാരണം. പല രാജ്യങ്ങളിലും ഇവയെ കൈവശം വെക്കുന്നതിന് നിരോധനവുമുണ്ട്. കേരളത്തിൽ 2018 രണ്ടിടങ്ങളിൽ ഈ ആമയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവയെ ജൈവ വൈവിധ്യത്തെ ബാധിക്കാത്ത തരത്തിൽ സുരക്ഷിതമായി മാറ്റിയിരുന്നു. അബ്ദുൾ റഹ്മാന്റെ വീട്ടിൽ വിരുന്നെത്തിയ ഈ ആമയെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഗവേഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇതേ ഇനത്തിൽപ്പെട്ട ആമകൾ വേറെ ഉണ്ടോ എന്നും വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, ഇടുക്കി.